ഹലോ, ഈ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ്. ഇന്ന് എൻ്റെ അമ്മയുടെ പിറന്നാളാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ അമ്മയ്ക്ക് ഞങ്ങൾ കുറേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടാലോ? ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അമ്മ തയ്യൽ പഠിക്കുന്നുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാധാ മെഷീനാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അമ്മ ഇപ്പോൾ തയ്യലൊക്കെ പഠിച്ച് ചുരിദാറൊക്കെ നന്നായിട്ട് തയ്ക്കും, അപ്പോൾ ഒരു നല്ല മെഷീൻ വാങ്ങിച്ചു കൊടുക്കാന്ന് കരുതി. അതുകൊണ്ട് ഫസ്റ്റ് സർപ്രൈസ് അതാണ്. ആ സ്റ്റൂള് പുറത്തുണ്ട്, പോയി എടുത്തിട്ട് പോവാമേ. സ്റ്റൂൾ എന്തിനാ മേടിച്ച? സ്റ്റൂൾ ഇവിടെ ഉണ്ടല്ലോ. നമ്മുടെ വീട് എത്ര ചെറുതാണെങ്കിലും നമുക്കത് സ്വർഗ്ഗമാണ്. അത് പ്രത്യേകിച്ച് അമ്മമാർക്ക്, അവർക്കതിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കില്ലേ? എപ്പോഴും അമ്മ പറയാറുള്ളതാണ് സിറ്റ് ഔട്ടിലൊരു മരത്തിന്റെ ടേബിൾ വേണമെന്ന്. അപ്പോൾ അങ്ങനെ ആ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തു. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊന്നും അത്ര വലിയ ഗിഫ്റ്റ് ഒന്നും അല്ലല്ലോ എന്ന്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഒന്നുമില്ലായിരുന്ന സമയത്ത് പോലും ഞങ്ങളുടെ പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്യാൻ അമ്മ മറന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു ചെറിയ ഉടുപ്പെങ്കിലും അമ്മ ഞങ്ങൾക്ക് മേടിച്ചു തരാം. അത് അമ്മയ്ക്ക് വാശിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വലുതായപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റണ പോലെ അമ്മയുടെ പിറന്നാളും സെലിബ്രേറ്റ് ചെയ്യണം. അത് ഇഷ്ടമുള്ള ഓരോ കാര്യങ്ങൾ ഞങ്ങൾ ഓർത്തു വെച്ച് അത് അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കുക. അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് സാധിച്ചു തരാൻ അമ്മ മാത്രമല്ല അച്ഛയും കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഇത്രയും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഞങ്ങൾ കരുതി അച്ഛയ്ക്കും ഗിഫ്റ്റ് കൊടുക്കാമെന്ന്. അങ്ങനെ അച്ഛയ്ക്ക് ഞങ്ങൾ ഒരു 2 ബനിയൻ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പൊതുവെ അച്ഛയ്ക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നത് അച്ഛയ്ക്ക് ഇഷ്ടമേ അല്ല. പക്ഷെ എന്നാലും ഈ ഒരു ഗ്യാപ്പിൽ അച്ഛയ്ക്ക് 2 ഷർട്ട് അച്ഛ ഒന്നും പറയത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മേടിച്ചു കൊടുത്തത്. ചെറുപ്പം മുതലേ ഇങ്ങനെ ഒന്നിച്ചൊന്നും അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഓരോ സമ്മാനപ്പൊതികളിലൂടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്നേഹം അറിയിച്ചിട്ടുള്ളത്. അമ്മയ്ക്ക് ഈ പ്രാവശ്യം കൊടുത്ത ഗിഫ്റ്റുകളൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒത്തിരി സ്നേഹത്തോടെ ശ്രുതിമോള്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ടാറ്റാ.